ഇങ്ങോട്ടേക്ക് വന്നേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ബട്ടൂരയും ചിക്കൻ മുളകിട്ടതുമാണ്. അപ്പോൾ ചിക്കൻ മുളകിട്ടതിലേക്കുള്ള സവോള, തക്കാളി, വെളുത്തുള്ളി, മല്ലിയില, പുതിനയില, പച്ചമുളക് ഇതെല്ലാമാണ് നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. പിന്നെ കുറേ പേർക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ, എങ്ങനെ തന്നെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന്. അവിടുന്ന് പോയിക്കോ. കണ്ണു വേനിക്കുണ്ടോ? എന്താ കണ്ണട വെച്ചിട്ട് കണ്ണു വേനിക്കുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ ചിക്കൻ മുളകിട്ടതിലേക്ക് 4 സവോള എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ 4 സവോളയിലേക്ക്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചതച്ചിട്ട് അരിഞ്ഞതും, അതുപോലെ ഇഞ്ചി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതുമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പേസ്റ്റൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, മല്ലിയില, പുതിനയില ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് ബട്ടൂരയിലേക്കുള്ള മാവ് ഒന്ന് റെഡിയാക്കി വെക്കാം. കാരണം അത് നമ്മൾ റെഡിയാക്കിയിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം മതി കേട്ടോ ഉപ്പ്. പിന്നെ ബേക്കിംഗ് സോഡ വേണം നമുക്കിതിലേക്ക്, അതൊരു 1/2 ടീസ്പൂണ് വേണം. പിന്നെ പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം ബട്ടൂരയിലേക്കുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ എടുക്കുക കേട്ടോ. ഒന്നും വിട്ടു പോകണ്ട, ഒന്നും ഇട്ട് കൊടുക്കാതെ ഇരിക്കും വേണ്ട. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് കുഴച്ചെടുക്കുന്നില്ല. അതിന് പകരം 1 കപ്പ് പാലും 1/4 കപ്പ് തൈരും കൂടി ചേർത്തിട്ട് ഒരു മിക്സ്ചർ ഉണ്ടാക്കുക. ആ ഒരു മിക്സ്ചർ ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് മാവ് പോലെ കുഴച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മിക്സ്ചർ ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള മാവാക്കി എടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു മിക്സ്ചർ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള മാവാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഇതൊരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് ഓയിൽ കയ്യിലാക്കിയിട്ട് ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാനൊക്കെ കേട്ടോ.
അപ്പോൾ ബട്ടൂരയുടെ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുക്കറിൽ ചിക്കൻ മുളകിട്ടത് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് കുക്കർ ചൂടാക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറാമ്പട്ട, കുറച്ച് ഏലക്ക, അതുപോലെ വലിയ ജീരകം ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള വല്ലാണ്ട് വഴറ്റിയെടുക്കൊന്നും വേണ്ട, എന്നാൽ ചെറുതായിട്ടൊന്ന് വഴണ്ടു വരും വേണം. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സാധാരണ നമ്മൾ പുറത്ത് കുക്കറിലല്ലാണ്ട് നമ്മൾ സാധാ പാനിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടല്ലേ നമ്മൾ ചേർത്ത് കൊടുക്കുക ബാക്കിയൊക്കെ. അപ്പോൾ ഇതിൽ വല്ലാണ്ട് വഴറ്റിയെടുക്കേണ്ടെന്ന് ആവശ്യമില്ല, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കാനും ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയും മല്ലിയില, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. തക്കാളി ഞാൻ മസാലപ്പൊടികൾ ഇട്ട് കൊടുത്ത ശേഷമാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ 1 കിലോ ചിക്കന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്ത ശേഷം കഴുകിയിട്ട് വാർത്തെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പം വെള്ളം ഒട്ടും ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം വേണ്ടാന്നാണെങ്കിൽ 1 കപ്പ് മതിയാവും കേട്ടോ. പിന്നെ നന്നായിട്ട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. പക്ഷേ ഏറ്റവും ബെസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇനി ഞാനത് പ്രഷർ കുക്കറിൻ്റെ ലിഡ് അടച്ച് വയ്ക്കുന്നുണ്ട്. നമുക്കിത് ഒരു വിസിൽ വന്ന ശേഷം ഓഫാക്കണം. അപ്പോൾ നമ്മുടെ മാവ് ഇപ്പം ഒരു 20 മിനിറ്റൊക്കെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് പരത്തിയെടുക്കാൻ പോവാണ്. അപ്പം അരമണിക്കൂർ വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ ഒരു അരമണിക്കൂർ വയ്ക്കുക, ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ ഞാനിത് വലിയ ബട്ടൂരയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ ബട്ടൂര, അതായത് പൂരിയുടെ ഒരു സൈസിലുള്ള ബട്ടൂരയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചെറിയ ചപ്പാത്തി പരത്തിയെടുക്കുക കേട്ടോ. ഞാനിത് കുറച്ച് വലിയ ചപ്പാത്തി പരത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനും ഭംഗി വലുത് തന്നെ കേട്ടോ. അപ്പോൾ ചെറിയ കുറച്ച് മീഡിയം സൈസുള്ള ബോൾസ് ആക്കിയെടുക്കുക. ഞാൻ രണ്ടും കാണിച്ചു തരാം. ആദ്യം നമുക്ക് വലിയ ബട്ടൂര തയ്യാറാക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ തന്നെ കുറച്ച് പൊടിയൊക്കെ തൂവി കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ വല്ലാണ്ട് കനം കുറച്ച് പരത്തണ്ട, എന്നാൽ വല്ലാണ്ട് കട്ടിയും ആവരുത്. നമ്മൾ പൂരിയുടെ ഇതൊക്കെ ചപ്പാത്തി പോലെ പരത്തിയെടുക്കുമല്ലോ, അപ്പോൾ അതുപോലെ ആയിരിക്കണം. അപ്പോൾ വലിയൊരു ചപ്പാത്തി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പൂരി ആക്കിയിട്ട് പരത്തിയിട്ട് അങ്ങനെ പൂരിയുടെ ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് ഇത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിത് മുമ്പ് ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലും ഞാൻ ഇതേപോലെ തന്നെയാണ് കട്ട് ചെയ്തതും ഇതേപോലെ തന്നെയാണ് തയ്യാറാക്കിയുള്ളതും. ആ സെയിം റെസിപ്പിനെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. നല്ല പെർഫെക്റ്റ് റെസിപ്പി കേട്ടോ. അപ്പോൾ ഒരെണ്ണം കൂടി ഞാൻ വലിയൊരു ചപ്പാത്തി പരത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയുള്ള നമുക്ക് ചെറിയ ചപ്പാത്തി ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുക്കറിൽ ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം.
ഇപ്പോഴൊന്നും തുറക്കണ്ട, പ്രഷറൊക്കെ പോയ ശേഷമാണ് നമ്മൾ തുറക്കുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായ ശേഷം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ പൊങ്ങി വരുള്ളൂ. നമ്മൾ വലിയ ബട്ടൂരയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, ചെറിയ ബട്ടൂരയാണെങ്കിൽ നന്നായിട്ട് പൂരി പോലെ മൊത്തത്തിൽ പൊങ്ങി വരും. അപ്പോൾ അതുമല്ല, ഇങ്ങനെയാണ് കാണാനും ഭംഗി ഈ ഒരു ബട്ടൂര. മറ്റേ പൂരി പോലെ ഉണ്ടാക്കുമ്പം ഈ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ രണ്ടും കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് ഫ്രൈ ആവും ചെയ്യും കേട്ടോ. വല്ലാണ്ട് ഡാർക്ക് ബ്രൗൺ ഒന്നും ആക്കിയെടുക്കണ്ട. അപ്പോൾ ഈ ഒരു പരുവത്തിലാക്കിയാൽ മതിയാവും. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പം ഇതുപോലെ ഇങ്ങനെ കുറേ ബബിൾസ്, ചെറിയ ചെറിയ ബബിൾസൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ബട്ടൂര കാണാനൊരു ഭംഗി. അപ്പോൾ എൻ്റെ ഒരു സജഷനാണ്. അപ്പോൾ ഇതുപോലെ ആണ് കഴിക്കാനും ടേസ്റ്റ് എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിത് എണ്ണയൊക്കെ ഒന്ന് ഡ്രെയിൻ ആക്കിയിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ചെറിയ ബട്ടൂര എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സെയിം അതുപോലെ തന്നെയാണ്. ഞാൻ ആ ബോള് ഒരു മീഡിയം ബോൾസ് അല്ലേ നമ്മൾ ആക്കിയെടുത്തത്. അത് ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് ചെറിയ ചപ്പാത്തിയുടെ ഒരു പരുവത്തിൽ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയേ പരത്തുന്നുള്ളൂ. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ബട്ടൂര ആയിട്ടുണ്ട്. നേരത്തെ വലിയ ബട്ടൂര ആയിരുന്നല്ലോ. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ഒരു മീഡിയം ചൂടായിട്ടുണ്ടാവണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പൊങ്ങി വരില്ല. ഇനി ഇതുപോലെ ഇങ്ങനെ ഒരു സ്പാറ്റിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഇത് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മുകളിൽ ഇങ്ങനെ തട്ടി കൊടുക്കാം. അപ്പോൾ ഇതേ ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വരും. പൂരിയൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ, പൂരിയുടെ പോലെ തന്നെ ഇങ്ങനെ പൊങ്ങി വരും നന്നായിട്ട്. ഞാനിപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് ഫ്രൈ ചെയ്യുന്നുണ്ട്. സ്പേസ് ഉള്ളതുകൊണ്ട് രണ്ടെണ്ണം ഒരുമിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനേക്കാളും ഭംഗി എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ വലിയ ബട്ടൂര ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അത് സെയിം കാണാൻ പൂരിൻ്റെ അതേപോലെ തന്നെ തോന്നുന്നത്. അപ്പോൾ രണ്ട് വശവും ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ ബട്ടൂര ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാകും. ശരിക്കും പൂരിനേക്കാളും ടേസ്റ്റാണ് ബട്ടൂര. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ കുക്കറിൽ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു റെഡ് കളറാണ് വന്നിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടിൻ്റെ ഒരു കളറാണ് കേട്ടോ, അല്ലാണ്ട് വല്ലാണ്ട് എരിവൊന്നുമില്ല. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് നമ്മൾ ചൂടാക്കണം കേട്ടോ, ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നാലേ നന്നായിട്ട് ആ ഒരു ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ഒന്ന് വറവിട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഞാൻ പിന്നെ നമ്മൾ ഓയിലല്ല വഴറ്റിയെടുത്തത്, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ രണ്ട് തരം ബട്ടൂര നമ്മളുണ്ടാക്കി, വലിയ ബട്ടൂരയും ചെറിയ ബട്ടൂരയും. അപ്പോൾ നമ്മുടെ ചിക്കൻ മുളകിട്ടതും ബട്ടൂരയും റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് കോമ്പിനേഷൻ ഉണ്ട് ഇത് രണ്ടും കൂടി. പിന്നെ സാധാരണയായിട്ട് കോമ്പിനേഷനായിട്ട് കഴിക്കുന്നത് ബട്ടൂരയും ചന മസാലയാണ്. ഞാനിപ്പം ഇതാണ് ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ ചെറിയ ബട്ടൂരയും വലിയ ബട്ടൂരയാണിത്. ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബട്ടൂര. അവർക്ക് കറിയൊന്നും ഇല്ലാണ്ട് വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. ബട്ടൂര എനിക്കിഷ്ടം. അപ്പോൾ ബട്ടൂരയും ചിക്കൻ മുളകിട്ടതും ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടോ വീഡിയോയുമായിട്ടോ വരുന്നവരേക്കും ബൈ. താങ്ക് യു.